പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ശരത് CB ബാബു. ആ ചക്കക്കുരുവും പോത്തും വയ്ക്കാൻ ഞാനാണ് പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലം ചക്കക്കാലത്ത് അജുവേട്ടൻ തന്നെയാണ് നമുക്ക് ചക്കക്കുരുവും ബീഫും വയ്ക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ വർഷം വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ കൊല്ലം ചക്കക്കാലം ആയപ്പോൾ ഞാൻ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. അത്രേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവരും കൊണ്ട് വെയിറ്റ് ചെയ്യാം. ഈ ഞായറാഴ്ച പറ്റിയ വെയിറ്റ് ചെയ്യാം. ഒന്നുമില്ല, പക്ഷേ അത് മലയാട് വെക്കാറില്ലാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ചക്കയും ബീഫും ഉണ്ട്. ചക്കയും ബീഫും ചെറുകേട്ടൻ വെക്കും. അത് തന്നെയാണിത്. ഇത് ചക്കക്കുരും ബീഫും. അത് ശരി. ചക്കക്കുരും ചേട്ടാ അപ്പൊ ചക്കയാൻ ചേട്ടിട്ടിരിക്കുന്നത്. സോറിട്ടാ. അതന്നെ. അപ്പൊ രണ്ടുപേരെയും കൊണ്ട് വെപ്പിക്കാം. അതന്നെ. ചക്ക ഒരെണ്ണം വെട്ടി നന്നാക്കിയിട്ട് ചക്കക്കുരു അല്ല ചേട്ടനും കൊടുക്കാം, ചക്ക ചെറിയേട്ടനും കൊടുക്കാം. ബീഫും വാങ്ങിച്ചിട്ട് രണ്ടുപേർക്കും പകുതി കൊടുക്കാം. ഒരു കോമ്പറ്റീഷൻ ആക്കാം നമുക്ക്. മത്സരത്തിൽ ആര് വിജയിക്കും എന്ന് നമുക്ക് നോക്കാം. രസകരമായി വീഡിയോ. അടുത്തത് ടെസ്ല മൈ ഹീറോ. 100 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണിക്കുന്ന സന്തോഷത്തോടെയാണ് സരിത തന്റെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ കാണിക്കുന്നതും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കുന്നതും. അതെ, ഈ സരിതര ആഭരണങ്ങൾ കാണിച്ചിട്ട് കമൻ്റാണ് അത് കേട്ടോ. അത് സരിത ആഭരണങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ആഭരണങ്ങൾ പറയാൻ പറ്റും. ആഭരണങ്ങൾ തന്നെ സ്വർണ്ണാഭരണം അല്ലാന്ന് മാത്രം ഇമിറ്റേഷൻ അയ്യോ, ഞാൻ അത് പറയാൻ മറന്നൊരു കാര്യം. മറ്റേ നമ്മുടെ ഒല്ലൂരാണ് ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങളുടെ കേന്ദ്രം, ഒല്ലൂര്. അപ്പോൾ ഇന്നലെ ഒരു ചെക്കൻ സെൽവ ഗോൾഡ് ഇല്ലേ ഒല്ലൂരത്തെ, അതിലത്തെ ഒരു ചെക്കൻ സ്റ്റാഫ് തിരുവാഞ്ചിറ കുളത്തിൽ മുങ്ങി മരിച്ചെന്നല്ലേ. നീ ഉച്ചരിഞ്ഞ് കുളിക്കാൻ പോയിട്ട്. അല്ല, ഞാനിത് പറഞ്ഞപ്പോൾ ആഭരണങ്ങളൊക്കെ കേന്ദ്രം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഈ ആഭരണങ്ങളെ വീട് തമിഴ്നാട്ടുകാരനെ സെൽവ ഗോൾഡ് തമിഴ്നാട്ടുകാർ വന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയ ഷോപ്പ് കൊറേ ഉണ്ട് അവിടെ. അപ്പൊ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് സരിത. അടുത്തത് KRSNA. അതല്ല, സ്വർണം നമ്മൾ അങ്ങനെ തന്നെ ഇട്ടാലും കളർ പോവില്ലേ, ഇത് കളർ പോവും. അത് കാരണം കൊണ്ടാണ് ഇത് ഓരോന്ന് അതിൻ്റെ വേറെ. പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, സ്വർണ്ണാഭരണങ്ങളും റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും ഒരുമിച്ചിട്ടിരുന്നു. അത് ഒരിക്കലും നമ്മൾ ചെയ്യില്ലല്ലോ. അത് ചെയ്യില്ല. അത് വേറെ ബോക്സുകളിലാക്കി വെക്കും. തെറ്റിപ്പോന്നില്ല, കണ്ടാൽ നമുക്കറിയാം. ഇതൊക്കെ വേറെ. പിന്നെ എന്റെ പാദസര ചേട്ട കഴുത്തിലിട്ടാണ് ഇന്നലെ എടുത്തിട്ടേക്കണു. അത് ഒരാൾ കമന്റ് ഇടല്ലേ, പാദസരം രണ്ടും കൂട്ടി മുടി ചെയിനായിട്ട് കഴുത്തിലിടുമെന്ന് പറഞ്ഞു. അപ്പൊ സരിതയ്ക്ക് ആണെങ്കിൽ ഇപ്പൊ ജഗ്ഗുവിന്റെ ചെയിനിട്ടേക്കണേ. പിന്നെ വല്ല ഡ്രസ്സുകൾക്കൊക്കെ അനുസരിച്ചിട്ട് മറ്റേ നമ്മുടെ കയ്യിൽ മാലകളുണ്ടല്ലോ, അതിങ്ങനെ മാറ്റി ഇടും. അപ്പൊ ചേട്ടൻ തമാശക്ക് ചെയ്യാനുള്ള പുതിയൊന്നല്ല. അടുത്ത ആഴ്ച KRSNA. മുറ്റമടിക്കൽ നിർത്തരുത് സരിതേച്ചി. അതന്നെ, നിർത്താൻ പാടില്ല. അജുവേട്ടൻ അങ്ങനെ പലതും പറയും. ഇത്ര ഭംഗിയായി ഫിറ്റ് ആയിട്ടിരിക്കുന്നതിന്റെ സീക്രട്ട് ആ മുറ്റമടിയാണ്. ഗംഗ കണ്ടാ. ഞാൻ മുറ്റം ഇവിടെ അടിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അടിച്ചു വാരുന്നുണ്ട്. ഇന്ന് അടിച്ചു വാരിട്ടില്ല കേട്ടോ, ഇന്നലെ അടിച്ചതാ, ഇന്ന് അടിച്ചിട്ടില്ല. അടുത്തത് ജലൈപ്പി ആൻഡ് മരിയ. 4-നും 5-നും ഇടയിൽ കടയിൽ വന്നാൽ സ്വർണം കിട്ടും. സ്വർണലത, വൈഫ് ഓഫ് CI ജഗന്നാഥൻ, കളമശ്ശേരി. കിട്ടും. 4-നും 5-നും ഇടയിൽ കടയിൽ വന്നാൽ സ്വർണം കിട്ടും. അടുത്തത് റോബിൻ ജോൺ. സരിതേനെ മമിതയുടെ പ്രേമലു ഫെയിം ചായ വിത്ത് ലവ് ജോയ്സി റോബിൻ പുത്തൂർ. ആ പ്രേമലൂലത്തെ പെൺകുട്ടിയുടെ കുറെ പേരെ എന്നോട് പറയണു. അടുത്തത് സിജി രാജേഷ്. വല്ല കള്ളന്മാരും കയറിയാലോ എന്ന് വെച്ചിട്ട് അജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണമല്ല എന്ന് പറയുന്നത്. ഒരു സ്വർണം കാണിച്ചത് സീമ ചേച്ചിയുടെ എന്നും പറഞ്ഞു. അപ്പൊ സേഫായി. ആകെപ്പാടെ ഒരു സ്വർണ്ണമാല കാണിച്ചപ്പോൾ സീമ ചേച്ചിയുടെ എന്ന് പറഞ്ഞു. സ്വർണ്ണല്ല, റോൾഡ് ഗോൾഡാണ് ഇവിടെ കൂടുതൽ കേട്ടാ. 99.99%. അജുവേട്ടന് പെൺമക്കളില്ലല്ലോ, അപ്പൊ സരിതയ്ക്ക് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തൂടെ. പാവം സരിത, അജുവേട്ടന്റെ കുഞ്ഞു മോളല്ലേ. ഇതാ ആരാ പറഞ്ഞേക്കണെന്നറിയോ? ഹേമ R. ചിരിയില്ലല്ലോ ചേട്ടന്, വോൾട്ടേജ് ഇല്ലല്ലോ ചിരിക്ക്. എനിക്കൊരു കുഴപ്പമില്ല. ഇവരെ പല ചേട്ടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ മഴ വരുന്നു. അയ്യോ വേഗം. പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അജുന് 2 മക്കളെ. കാരണം എനിക്ക് ഇത്രയ്ക്ക് പ്രായമായില്ലോ. എനിക്ക് പിന്നെ പ്രായമില്ലല്ലോ. അല്ല, നിന്നെ കാണുമ്പോ പ്രായം കുറച്ച് പറ്റിച്ച് കല്യാണം കഴിക്കുമ്പോ ആലോചിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗതികേട് വരുന്നു. അതന്നെ. ചേട്ടന്റെ ക്ലാസ്സിൽ പഠിച്ച ഇന്നാളെ ഒരാളെ കാണിച്ചില്ല, സുബ്രഹ്മണ്യൻ. നമ്മുടെ ക്ലാസ്സിൽ സിനിമയ്ക്ക് പോയതല്ലേ, നമ്മുടെ
ആ ഒരു സിനിമയ്ക്ക് പോയി ഇപ്പൊ ദൈവമേ ആള് കാണുന്നുണ്ടാവും കൊതു കടിച്ചു തുടങ്ങി. ആളെ മോന്റെ യൂട്യൂബ് ചാനലില്ലേ ആണ്ട്. അപ്പോ സുബ്രഹ്മണ്യന്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. അജു എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടു. അപ്പൊ നോക്കിയപ്പോ ഒരു വയസ്സനായിട്ടുള്ള ഒരാള്. അതുപോലെയൊക്കെ ചേട്ടനായിരുന്നെങ്കിലോ അല്ലേ? അതിപ്പോ അങ്ങനെയായിരുന്നു. നീ ഇപ്പൊ ഇവിടെ കാരണം നീ ഇങ്ങനെ നിക്കണത്, നല്ല എന്താ പറയുക, നല്ല നിക്കണത് ഇങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോ വേറെ പല സ്ഥലത്താകുമ്പോ ചില ഈ 2-3 കുട്ടികളൊക്കെ ആയിട്ട് പ്രാരാബ്ധ അപ്പൊ പെമ്മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഒരു അമ്മാമ ഉണ്ടാവും. കുട്ടികളെ എന്താ പറയാ മോളുടെ ക്ലാവിനെ കളിപ്പിച്ച് നടക്കണ്ടാവും. അപ്പൊ ഒരു പ്രായത്തിന്റെ ഒരു അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക പ്രായം പെട്ടെന്ന് ഫീൽ ചെയ്യും. ചേട്ടൻ എന്റെ പ്രായം ഇങ്ങനെ നിർത്താൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചല്ലേ? ഞാൻ ത്യാഗം സഹിച്ചിട്ടൊന്നും സാധാരണ പോലെ കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി 5-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടായത്. ഞാൻ അമ്മാമിയാണല്ലോ. അല്ല ഞാൻ പറഞ്ഞ ഒക്കെ വന്ന് ഭവിക്കുന്നതാണെന്ന്. ഇപ്പൊ ഞാനിപ്പോ പ്രത്യേകമായിട്ട് ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ നമുക്കൊന്നും തനിക്ക്. ഞാൻ വെറുതെ പ്ലാനിങ്ങിലല്ല പോണേന്ന്. ഞാൻ പറഞ്ഞില്ലേ വേറെ വല്ല സ്ഥലങ്ങൾ ഇപ്പൊ ദുബായിൽ അതെങ്ങനെ ചേട്ടന് പറയാൻ പറ്റാ? വേറെ വല്ല സ്ഥലത്താണ്. നീ ദുബായിലാണെന്ന് പോയ്യ. അപ്പൊ ഇഷ്ടം പോലെ ഇത് ഞാൻ കേട്ട് മടുത്തതാട്ടാ. അതുകൊണ്ടാട്ടാ ഞാൻ ഇങ്ങനെ പറയണേ. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തിനാ അജുവേട്ടനെ എടുത്ത് ചേച്ചി ഇങ്ങനെ ഇത്ര മോശമായിട്ട് സംസാരിക്കണേന്ന്. ഇത് മോശമായിട്ട് സംസാരിക്കണം. ഇത് ഇങ്ങനെ ഒരു ദിവസത്തിലൊരു 3-4 വട്ടത് പറയണം. നീ ഇപ്പൊ ഇവിടെ കാരണം വേറെ എല്ലാവരുടെ കല്യാണം വെച്ചാൽ ഇപ്പൊ കാണായിരുന്നു മറ്റേ മറിച്ചെന്നൊക്കെ പറയാം. ചിലപ്പോ ഗുണ്ടിയാവും ജാതി അങ്ങനെ ആയിക്കോട്ടെ. എന്താ അങ്ങനെ ആയ കുഴപ്പം? ആ ഒരു ലൈഫായിരിക്കും എന്റെ. പിന്നെ എനിക്കും പറഞ്ഞൂടാ എന്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ ആയാലും ഇങ്ങനെ ആയെന്നൊക്കെ എനിക്കും പറഞ്ഞൂടെ? അതല്ലാന്ന് അത് ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്ത. അതല്ല ഞാനിവിടെയാണല്ലോ ജീവിക്കുന്നത്. അതെ. അപ്പോ എനിക്ക് പറ്റി മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. നീ പല സ്ഥലങ്ങളിലേക്ക് അല്ല പല സ്ഥലങ്ങളിലേക്ക് പോലെ കല്യാണം കഴിച്ച് പോണി ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോവാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടാ. അപ്പോൾ ചിലപ്പോ രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരാം. ഒന്നും പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കണമെന്നില്ല. തമാശ പറയുന്നത്. അടുത്ത് വായിക്കൂ. അടുത്തത് റിയാസ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ട്രസ്റ്റുകാർ ആകാംക്ഷയോടെ കാണുന്ന വീഡിയോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ നിലവറയേക്കാൾ കൂടുതൽ ഉണ്ടാവുമോ ഈശ്വര. അടുത്തത് സതീഷ് ANTP. കല്യാണത്തിനുണ്ടായിരുന്ന 60 പവൻ ആഭരണങ്ങൾ എവിടെ? കല്യാണത്തിന് 60 പവനാ? 60 പവൻ ഉണ്ടായിരുന്നില്ല. 31 ഇല്ല 32 പവനൊക്കെ ഉണ്ടാവും തോന്നുന്നു. 1 ലക്ഷം രൂപ വരെ സ്വർണ്ണം എടുത്തത് അല്ലേ? പിന്നെ പ്രസന്റേഷൻ കിട്ടിയ സ്വർണ്ണങ്ങളും ഉണ്ടായിരുന്നു. 2-3 തടവളകളും കുറച്ച് മോതിരം. അതൊക്കെ പോയി. ഒന്നുമില്ല ഉള്ള കാര്യം പറയാലോ. അടുത്തത് റെജിരാജൻ. അജു ചേട്ടാ സരിത ഇങ്ങനെ ഗ്ലാമർ ആക്കരുത്, പ്രേക്ഷകർ മകളാണെന്ന് തെറ്റിദ്ധരിക്കും. അയ്യോ വേറൊരു കമന്റ് ഉണ്ട് അതിന്റെ ഇടയില്. സരിതയുടെ ആദ്യത്തെ ഷോയൊക്കെ പോയി ഭംഗി കുറഞ്ഞു എന്ന്. പക്ഷെ അത് ആരണാവോ ആള് യൂസർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡ് ഭാഷയാ വന്നേക്കണം. അത് പ്രായമാവണതിനനുസരിച്ച് കൂടും. ഇത് ഈ ഫോണിൽ S23 അൾട്രയിൽ വരുന്ന ഭംഗിയാണ് ഞങ്ങളുടെ മുഖം. ഞങ്ങളെ നേരിട്ട് കണ്ടവർക്ക് അറിയാം നമ്മുടെ ഒറിജിനൽ കോലം. നമ്മൾക്ക് പ്രായമൊക്കെ ആയോടെ മുഖത്ത് ചുളിവും പാടുകളും വരെ നിറച്ച്. എനിക്ക് പിന്നെ മുന്നേ ഉണ്ട് കുരു അതും ഇപ്പുറത്ത് 2 സൈഡിൽ കറുത്ത പാടും ഒക്കെ. സതീദേവി. ഞാൻ സതി. എൻ്റെ വീട് കൊച്ചിയിലാണ്. 70 വയസ്സായ ഒരു അമ്മൂമ്മയാണ്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ വീഡിയോന് കമൻറ്റ് ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ കമൻറ്റ്സ് ഒന്നും തന്നെ വായിക്കാറില്ല. അജുവിന് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് സാഹിത്യപരമായി ഒന്നും എഴുതാൻ അറിയാത്തതുകൊണ്ടാണോ ആവോ. ഈ മീൻകറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മാന്തൾ നല്ല രുചിയുള്ള മീനാണ്. എനിക്കും ഒരു ചക്ക തരുമോ? കൊതിയാകുന്നു. ഒരുപാട് ഇഷ്ടം. അപ്പൊ സതി ചേച്ചി എന്താ സതി ചേച്ചിയുടെ കമൻറ്റ്സ് ചേട്ടെടുക്കാത്ത? ഇല്ല അങ്ങനൊന്നുമില്ല. നമ്മള് കമന്റുകൾ ഇങ്ങനെ നിറച്ചങ്ങോട്ട് കിട്ടുമ്പോ അങ്ങനെ എടുത്തെടുത്താണ്ട് പോവും. അപ്പൊ നമുക്ക് തരയാൻ പറ്റില്ല. ഇപ്പൊ ഇത് മൊത്തം 10,000-2000 കമന്റിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഇത്രയും കമന്റുകൾ ഇങ്ങനെ എടുക്കുന്നത്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല, എടുത്തെടുത്താണ്ട് പോവും. അതന്നെ. അപ്പൊ അതില് അതിങ്ങനെ എല്ലാവർക്കും ഒരേ പരിഗണന തന്നെ. ഒരു ശിവൻ K എന്ന് പറഞ്ഞിട്ട് ശിവൻ ചേട്ടന്റെ ഭാര്യ കമന്റ് ഇടാറുണ്ട്. വയ്യാണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ അസുഖങ്ങളാണ്. അതെനിക്കറിയില്ല. ആ ചേച്ചിനെ ഇപ്പൊ കാണാനില്ല. എന്താ പറ്റിയാവോ? അസുഖം കൂടിയിട്ടാണോ എന്താ കൊണ്ടാ കമന്റ് ഇടാത്തെന്ന് അറിയില്ല. അടുത്തത് സുരേഷ K.
കുത്തിരിച്ചോറ്, മീൻ കൂട്ടാൻ, മാന്തൾ വറുത്തത്, അല്പം കടുമാങ്ങ. ആഹാ, നിങ്ങളുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. കമൻറ്റ് വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ. എല്ലാവരും സൂപ്പർ. സന്തോഷം. അടുത്ത രോഷിനി പി എ. ചിരിക്കാൻ ചിരിച്ചുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ വീഡിയോ കഴിയുന്നവരെ. നിങ്ങളുടെ അമ്മയുടെ പ്രായമാണ് എനിക്ക്. കുറേ നമ്മളുടെ വീഡിയോ കാണുന്നതിൽ കുറേ പേര് പ്രായം ഇത്തിരി കൂടുതലുള്ളവരാണ്. അടുത്ത് ശ്രീദേവി സുരേഷ്. മഴയത്തുള്ള പാചകവും പാട്ടും തമാശയും എന്താ രസം. ഒരുപാട് ചിരിച്ചു. ഊണ് ഗംഭീരം. കൊതിപ്പിച്ച് കളഞ്ഞല്ലോ. എനിക്കും ഒരു ചക്ക തരുമോ? ചക്ക തിന്നാനുള്ള കൊതി കൊണ്ട് ലുലുവിൽ നിന്ന് ഒരെണ്ണം വാങ്ങി മുറിച്ചപ്പോൾ ഗുരു പോലും മൂക്കാത്ത വിയറ്റ്നാമേർലി. അയ്യോ, മറ്റേ സതി ചേച്ചിയും ചോദിച്ചു ചക്ക തരുമോ. തരാട്ടാ, ഇപ്പിണ്ട്. അതെ, ഇതിന്റെയും ചക്കാശ്ശേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തേമിലും. ഇനി അധികം ഇല്ല, അപ്പൊ വേഗം വന്നോ. അടുത്തത് സനോജ് ടി അർജുനൻ. സിനിമ തനിക്ക് പറ്റിയ മേഖല അല്ല എന്നുള്ള തിരിച്ചറിവ് അജയേട്ടന് വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സിനിമ എന്ന അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ് ഒരു നിമിത്തം പോലെ യൂട്യൂബ് ട്രാക്കിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യം വെന്നിക്കൊടി പാറിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു. എത്ര കണ്ടാലും എടുക്കാത്തൊരു പരിപാടിയാണ് മീൻ കൂട്ടാനും കുട്ടികളും നിങ്ങളുടെ ചോറ് തീറ്റ. നിങ്ങളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും. സ്നേഹം മാത്രം അജയേട്ട ചേച്ചി. ശരിയാ. ഇന്നിപ്പോ പരിപ്പുത്തിപ്പൊടിയും ഉണക്കമാന്തളം വറുത്തതാണ്. ചേട്ടന്റെ ഊണ് കാണണം. അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതില് ജഗതി കോഴിനെ കൊന്നാൽ ഉടനെ അതേപോലെയാണ് മീൻ കൂട്ടാനും ചോറും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്, വികാരമാണ് ചേട്ടന്. അടുത്ത റിയാസ്. അജുവിന്റെ സംസാരം കേട്ടതൊന്നും സിനിമയിൽ അഭിനയിച്ച് മടുത്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന്. ഇനി ഇല്ല, ഇനി വിളിച്ചാലും പോവില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ പയ്യൻ പോയി കഴിഞ്ഞപ്പോഴാണ് സരിതയുടെ മാസ് ഡയലോഗ് വന്നത്. ചേട്ടാ അപ്പുറത്തിരുന്നൊന്ന് പൊട്ടിക്കരയും. അത് ഭയങ്കര രസമായിട്ടാണ്. നമ്മുടെ സിനിമയിൽ അഭിനയിച്ച് മടുത്തിട്ടാണെന്നുള്ളൊരു ഇതുപോലെ തോന്നിക്കും. സിനിമയിൽ വിളിച്ചാലൊക്കെ പോവും. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കിപ്പോ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സുഖമാണ്. എന്തൊരു സുഖം. എനിക്ക് പിടിപാടിലും വിചാരിച്ച സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഞാൻ പോവാണ്ടേ. സിനിമാ മേഖലയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടത്. അടുത്ത് മമ്മി ആൻഡ് മീ. എല്ലാ സിനിമക്കാരും അജൂസ് വേൾഡിലേക്ക്. സിനിമയിൽ അഭിനയിച്ചിട്ട് വേണം എനിക്കും ഒന്ന് വരാൻ. എൻ്റെ പേര് ടിനു. ഇന്ന് ഇവിടെയും അയലയായിരുന്നു. പിന്നെ മാന്തൾ വറുത്ത് കണ്ട് കൊതി വന്നു. അതന്നെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ മാന്തള്. പിന്നെ മാന്തള് കിട്ടിയില്ലേ, വലിപ്പള്ള മാന്തളാവുമ്പോഴേ നല്ല രസം. ഇലയിലുള്ള ആ ഊണ് അടിപൊളി. അടുത്ത വീഡിയോ വരട്ടെ. ടിനു തോമസ് നടത്തറ. നടത്തറാന്ന് കേൾക്കുമ്പോ എപ്പോഴും മറ്റേ ഫ്ലവർ ഗവൺമെന്റ് നടത്തറ ഓർമ്മ വരില്ല. മറ്റേ കല്യാണരാമനിലത്തെ ഇന്നസെന്റ് ഡയലോഗ് എപ്പോഴും ഓർമ്മ വരില്ല. അതെന്താ എങ്ങനെ വരുന്നത്? നടത്തറ എനിക്ക് ഓർമ്മ വരില്ല. ഇല്ലേ, എനിക്ക് പറഞ്ഞപ്പോഴോ ഓർമ്മ. നടത്തറ. അടുത്തത് ഷക്കീർ. ജഗ്ഗു. മീൻ്റെ പീസ് വേണ്ട അജുവേട്ടൻ. ചാറിൽ മുക്കി നക്കിയാൽ മതി. നല്ല ബെസ്റ്റ് ആയില്ല ഫ്രെയിം ചെയ്ത് വെക്കണം. അജൂസ് വേൾഡ്. നല്ല ബെസ്റ്റ് ഫുഡ് വീഡിയോ, നല്ല അവതരണം, നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല ചുറ്റുപാടുകൾ, നല്ല ഫാമിലി. അതൊക്കെ പോരാഞ്ഞിട്ട് നിഷ്കളങ്കമായ അജുവേട്ടന് പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇതൊക്കെ കാണണമെങ്കിൽ എല്ലാവരും അജൂസ് വേൾഡിലേക്ക് അടിച്ചു കയറി വാ. അടുത്തത് പ്രീതി ജോസ്. ഇന്ന് സീമാസിൽ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. സരിതയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചേട്ടനും സൂപ്പർ. എൻ്റെ പേര് പ്രീതി. ഒരു ഹായ് പറയണേ, നമ്മൾ തൃശ്ശൂർക്കാരല്ലേ. നമ്മൾ കയറി വരുമ്പോ എന്നെ കണ്ട ചേച്ചിയാ ഫോട്ടോ എടുത്തത്? വേറെ ആരും ഫോട്ടോ എടുത്തില്ല. വേറെ കുറെ പേര് നമ്മൾ അറിയണം. ഒരു വന്ന് വർത്താനം പറഞ്ഞു കേട്ടാ. പക്ഷെ ഫോട്ടോ എടുത്തത് നമ്മള് കയറി വരുമ്പോ തന്നെ ഒരു ചേച്ചി വന്നു. അതാ അപ്പൊ പ്രീതി ചേച്ചിക്ക് ഹായ്. അടുത്തത് സുജിത് രാഘവൻ. ഹേയ് ചേട്ടൻ, അല്ല സോറി, ഹായ് ചേട്ടൻ. നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. ഞാൻ കോടീശ്വര ഷോ വീഡിയോ ചേട്ടൻ കൊടുത്ത ഫേസ്ബുക്കിൽ ലിങ്ക് കിട്ടുന്നില്ല. എൻ്റെ കറക്റ്റ് ലിങ്ക് ഒന്ന് അയക്കാമോ? അത് കിട്ടണില്ല. അത് യൂട്യൂബില് യൂട്യൂബിലുണ്ടായിരുന്നു. നിങ്ങൾക്കും ആകാം. സീസൺ 2 എപ്പിസോഡ് 58 അടിച്ചു കഴിഞ്ഞാൽ വരാറുണ്ടായിരുന്നു. ഇപ്പൊ വരുന്നില്ല, അതും വരുന്നില്ല. ചേട്ടാ ഓഡോമോക്സ് ഇല്ലേ, അത് പരത്തിയിട്ടിരിക്കാൻ എന്നോട് ഈ കൊതുകടിക്കണേന്. ബിന്ദു ലിജു. അജുവേട്ടാ കുടംപുളി നന്നായി ഉണക്കിയിട്ട് അത് ഉറക്കൂട്ടണം, എന്നാലേ പുളി ഉണ്ടാകൂ. ഉണങ്ങിയ കുടംപുളി ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്പി എടുത്തു വെക്കണം, എന്നാലേ പുളിയും കുടംപുളിയുടെ മണവും വരുള്ളൂ. ഞാൻ അത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ജിൻസി ജിങ്കിൾ. അജു സരിതയെ ഒട്ടുരുളിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി മൺകലത്തിൽ ഒഴിച്ചു വെച്ച് വെള്ളത്തുണി കൊണ്ട് വായ കെട്ടി വെക്കുന്ന വീഡിയോ കാണിക്കണം. ഇന്നത്തെ തലമുറ ഇതെല്ലാം കണ്ടുപിടിക്കട്ടെ. അജുവിനെ കൊണ്ട് മാത്രമേ ഇതെല്ലാം കഴിയൂ. കാസർഗോഡ് നിന്ന് ജിൻസി അശോക്. നല്ല രസം ഉണ്ടാകാൻ വായിക്കുമ്പോൾ. കാസർഗോഡ് നിന്ന് ജിൻസ് ക്യാമറാമാൻ്റെ കൂടെ അല്ല, അയ്യോ സോറി അങ്ങനെ പറയണ്ട.
കാസർഗോഡ് നിന്നും ജിൻസി അശോക്. അങ്ങനെ കേൾക്കുമ്പോൾ കത്ത് വായിക്കണ പോലെ അല്ലേ. അടുത്തത് ജിൻസി ജിങ്കിൾ. അത് പറഞ്ഞല്ലോ. അടുത്തത് ടെസ്ല മൈ ഹീറോ. കരിങ്കാളി കുല പഴുത്തു തമുക്ക് ഉണ്ടാക്കുക അജു. അരി വറുത്ത് പൊടിച്ച് ജീരകവും ശർക്കരയും ഏലക്കപ്പൊടിയും ചേർത്ത് പഴം വട്ടത്തിലരിഞ്ഞ് ചേർത്തിളക്കി ഉണ്ടാക്കുന്ന ഒരു പലഹാരം. ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ ഈ പലഹാരം ഉണ്ടാക്കുന്ന പെരുന്നാളുണ്ട്, തമുക്ക് പെരുന്നാൾ. ചേട്ടൻ മഴ തൂളി തുടങ്ങി. അടുത്ത സ്നേഹലതായം. അടുത്ത സ്നേഹലതായം. ഞാനൊരു ടീച്ചറാണ്, ഇംഗ്ലീഷ് മെയിൻ. ഒന്നും വിചാരിക്കരുത്. അജുവിനെ സരിത കളിയാക്കുന്നത് കുറച്ച് കൂടി പോകുന്നോ എന്നൊരു സംശയം. നോ ഡൗട്ട്. ജഗ്ഗു ഈസ് ഹിസ് ഫാദേഴ്സ് സൺ. അച്ഛനെ പോലെ നിഷ്കളങ്കതയുള്ള കുട്ടി. നിങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നതാണ്. അന്നൊക്കെ സരിത ഒരു സിമ്പിൾ കുട്ടിയായിരുന്നു. ഇപ്പോൾ എന്തു പറ്റി? ഒരു ജാട ഫീൽ ചെയ്യുന്നു. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗുഡ്. മേ ബി ഐ ലവ് യുവർ വീഡിയോസ്. കോഴിക്കോട്. എനിക്കതല്ല, എനിക്ക് എൻ്റെ മുന്നത്തെ അതിന് 72 ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ 72 പേരും ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നതുകൊണ്ടാണല്ലോ. എൻ്റെ മുന്നത്തെ വീഡിയോകൾ ഞാൻ തന്നെ ഞെട്ടു. എനിക്ക് ഭയങ്കര പോസ്, ജാതി തലക്കനം പോലെ, ചിരിക്കണേ ഇല്ല, ഭയങ്കര ഗൗരവം. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഫ്രീ ആയിട്ട് ചിരിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ ഓരോ കോമഡികൾ കാണിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണണം, ഞാൻ ചിരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ചിരിക്കുമ്പോൾ അത് കളിയാക്കി ചിരിക്കല്ലേ. എനിക്ക് മനസ്സിലാവണില്ല. റിപ്ലൈ കമന്റിൽ കുറെ പേരിട്ടുണ്ട്. ഇതിനൊക്കെ കുറെ നമ്മൾ മറുപടി പറഞ്ഞാട്ടാ. നമ്മൾ പരസ്പരം കളിയാക്കും ചിരിച്ചും കാര്യം തന്നെയില്ല. ഇത് മുന്നത്തെ വീഡിയോകൾ കാണുന്ന ആളാണെന്ന് പറഞ്ഞേക്കണത് നുണയാന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുമ്പത്തെ വീഡിയോ തൊട്ട് കാണുന്നവർക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോ തോന്നും കളിയാക്കണമെന്ന് തോന്നും. ആയം തൊട്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നും. ഇന്നലെ നമ്മളൊരു പെൺകുട്ടിക്ക് വിളിച്ചില്ലേ, കണ്ണൂര് കൊട്ടിയൂരുള്ള കണ്ണൂര് രസന, അയ്യോ എന്തൊരു പേര്, ആ കുട്ടി പറഞ്ഞത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെയാണ്, ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അങ്ങനെ വർത്താനം പറഞ്ഞു. അതേപോലെ അതുകൊണ്ടാണ് എനിക്ക് ഞങ്ങളെ പോലെ തന്നെ തോന്നുന്നു നിങ്ങളെ. അങ്ങനെ ഒന്നും അഭിനയിക്കണില്ല, എല്ലാം അതുപോലെ തന്നെ കാണിക്കണം. റിപ്ലൈ കമന്റ് ഒക്കെ വായിക്കണോ? ആവണി അമ്മു. അതൊക്കെ ചുമ്മാ തോന്നുക. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ എല്ലാം ഓപ്പണായി പറയും. കളിയും ചിരിയും ചെറിയ കളിയാക്കലും അടികൂടലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവർ വീട്ടിൽ എങ്ങനെയോ അത് തന്നെയാണ് വീഡിയോയിൽ വരുന്നത്. പിന്നെ ഫുൾ ഒരാൾ മാത്രം അഭിനയം കാണിച്ചു തന്നാൽ അത് വേറെ അഭിനയമാവും. അത് നമുക്ക് ചെറിയ ബുദ്ധിയുള്ളവർക്ക് പോലും മനസ്സിലാവും. അപ്പോൾ ഒരു ഭാര്യ വീഡിയോയിൽ കാണാണ് ഭർത്താവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് കാണിക്കുകയാണെങ്കിൽ അത് അഭിനയമാണ്. അത് മനസ്സിലാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ഇവരുടെ ലൈഫ് തന്നെ നല്ലത്. എനിക്കിഷ്ടമാണ് ഇവരെ. പിന്നെ സരിതേച്ചിക്ക് ജാടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജലൈപ്പി അൻമരി ഇട്ടിട്ടുണ്ട്. ദിവ്യ ശരത്. ഞാനും ഒരു ടീച്ചറാണ്. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയാണ്. ഞാനും സരിതേച്ചിയെ പോലെയാണ് എൻ്റെ ഹസ്ബൻഡിനോട്. ഞാൻ ഇതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. പിന്നെ അവർ അതൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. അങ്ങനെയൊക്കെയും കുറെ പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമ്മളത് ചേട്ടൻ പറയണൊക്കെ അതുപോലെ തന്നെ പറഞ്ഞാൽ അനുസരിച്ച് അങ്ങനെ പോകുമ്പോ ബോറടിക്കില്ല. നമ്മളുടെ ഞാൻ വിചാരിക്കും നമ്മുടെ ആറാം തമ്പുരാനല്ല, നരസിംഹത്തിലത്തെ തിലകനും ഭാര്യയും എന്തായിരിക്കും അവരുടെ ആ ജീവിതം. തിലകനും ഭാര്യ മാത്രല്ല, മറ്റേ അതേപോലെ തന്നെ മോഹൻലാലിന്റെ മറ്റേ ഇതില്ലേ ജഗന്നാഥനായിട്ട് മറ്റേ ദേവാസുരത്തില് മോഹൻലാലിന്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു. അത് നമ്മൾ കാണിക്കില്ല, അച്ഛനെ കാണിക്കുന്നില്ലല്ലോ. പക്ഷെ അച്ഛൻ നല്ല സ്വഭാവക്കാരനായിരുന്നു. അല്ല, ഇതിലും തിലകന്റെ മോശം സ്വഭാവം എന്നല്ല. പക്ഷെ അപ്പൊ നമ്മൾക്ക് അങ്ങനെ അടിമയായിട്ട് ജീവിച്ചു പോവാന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഒരു കുടുംബത്തിലും ഇല്ല അടിമയായിട്ട് ജീവിക്കണത്. കാണിക്കുന്നത് നമ്മൾ വേറെ കുറെ യൂട്യൂബ് ചാനലുകൾ ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നുണ്ട്. ഒക്കെ നമ്മളെ പോലെ തന്നെ എല്ലാവരും അടിമയായിട്ട് ജീവിക്കാൻ ഭർത്താക്കന്മാര് പോലും പറയാനില്ലേ ഭാര്യമാരോട് ഇപ്പോ. അതല്ല, നല്ല പോലെ ഇങ്ങനെ എന്റെ ഭർത്താനം പറഞ്ഞ് രസിപ്പിക്കുന്ന തമാശകളൊക്കെ പറഞ്ഞ പെൺകുട്ടികളെയാണ് ആണുങ്ങൾക്കും കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അല്ലാണ്ട് വെറുതെ അല്ലാണ്ട് ചേട്ടനോട് ഇന്നാളും തൊട്ടങ്ങോട്ട് ചേട്ടൻ തമാശ പറഞ്ഞുട്ടാ, വീഡിയോ എടുക്കുമ്പോഴല്ല അല്ലാണ്ട് എന്തിട്ടോ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിരിച്ച് എനിക്ക് വയ്യാണ്ടായി. എന്തിട്ടോ വലിയ കോമഡിയാ. അപ്പോൾ ചേട്ടൻ എന്നോട് പറയാം, നിന്റെ ഒരു ഭാഗ്യം നോക്കിയാ എന്നെ കല്യാണം കഴിച്ചായിരുന്നല്ലേ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ പറ്റണേ. അങ്ങനെ. അപ്പോ
അത് രസമാണ്. നമ്മള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പുറത്തേക്ക് ഇപ്പൊ കാലത്ത് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ആളൊന്നല്ല. 24 മണിക്കൂർ നമ്മൾ കൂടി ഉണ്ടായിട്ട് നമുക്കൊരു മടുപ്പും തോന്നാത്തതും. എങ്ങനെയെങ്കിലും പോയാലും എങ്ങനെയെങ്കിലും നമ്മുടെ ഇവിടേക്ക് വീട്ടിലേക്ക് എത്തണം എന്നുള്ള വിചാരമുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ തോന്നണത് ഞാൻ അത്രയും മോശം സ്വഭാവകാരിയാണെങ്കിൽ അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കാൻ തോന്നില്ലല്ലോ, എൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കാനൊന്നിനും കഴിയണില്ല എന്നുള്ളതാണ് പ്രശ്നം. അടുത്തത് ഷർമിള റെജി. അപ്പൊ ശരി, പോവാം. ആരാ വർത്താനം പറയണേ? ഇതിലിരുന്നാ മതിയാ? പ്ലേറ്റ് ഇടണ? അപ്പൊ നമ്മളെ അറിയത്തിയൊന്നു മഴയുടെ ശബ്ദം ഒത്തിരി ഉണ്ടാവും കേട്ടോ, അത് നിങ്ങള് സഹിക്കണം. അടുത്ത ഷർമിള റെജി. സുഖമായി കിടന്നുറങ്ങുന്ന സരിത. എഴുന്നേറ്റ് വന്നപ്പോൾ അതിഗംഭീരമായ കാഴ്ച. സ്ത്രീകൾ കാണാൻ ആഗ്രഹിക്കുന്ന നല്ല സുഖമുള്ള കാഴ്ച. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവിടെയുള്ളതിനൊക്കെ എടുത്ത് തോട്ടിൽ കളയാൻ തോന്നുന്നേ. ചക്ക വെട്ടിയില്ലേലും എന്തെങ്കിലും ഒരു സഹായം. അല്ല അത് ആ ചേച്ചി ഒരു മഴ പെയ്ത് തോർന്നു. അതിനല്ല സരിത ചോറിനാൻ പോയി. 3 മണിയാണേലും മുമ്പാണുള്ള സരിത ചോറിനാണ് കേട്ടാ. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ലേ, അത് കാരണം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് ചോറിനാന്ന്. പക്ഷെ മഴ തടസ്സം വന്നപ്പോൾ ഞാൻ പോയി ചോറിന്. അടുത്ത കമന്റ് വായിക്കാം അല്ലേ? ഹരിഹരൻ അയ്യർ. എൻ്റെ അജു ചേട്ടാ, നിങ്ങളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഉറക്കം വരില്ല എന്ന അവസ്ഥയായി. സത്യം അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ തേങ്ങ എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. സരിതയെ വെറുതെ കുറ്റം പറയരുത്, പാവം ഉള്ളതുപോലെ പറയും. എൻ്റെ അനിയത്തിയും ഇങ്ങനെയാണ് സ്വഭാവം. എന്തായാലും ചക്കക്കുരു ഉണ്ടാ, ചക്ക ഉപ്പേരി സൂപ്പർ. വളരെ സന്തോഷം. അടുത്തത് സദാനന്ദൻ KK. എല്ലാവരും പറയും പോലെ എനിക്ക് തോന്നാറില്ല സരിതയ്ക്ക് ജാടയാണ് ഉണ്ടെന്ന്. സോ സിമ്പിൾ സരിതക്കുട്ടി. പിന്തുണയുള്ള കമ്പനികൾ കേൾക്കണ്ടേ? നിനക്ക് ഒരു സുഖം തോന്നണ്ടേ? കുറ്റം മാത്രല്ല പറയണത്. ഇല്ല, കുറെ പേരൊക്കെ ഫോൺ വിളിക്കുമ്പോ നേരിട്ടാണ് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പലരും പറയണതൊന്നും ശ്രദ്ധിക്കണ്ടാട്ടാ, ഇങ്ങനെ എന്നെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്കിവിടെ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഇത്രയും പേര് താമസിക്കുന്നുണ്ടല്ലോ, ഇവിടെ എനിക്കുള്ള പിന്തുണ നമ്മളുടെ വീഡിയോകളിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലൻ ചേട്ടനായാലും ചെറിയേട്ടനായാലും സജീവനായാലും അവരൊക്കെ ഭാര്യമാർക്കായാലും എന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത്. അപ്പം അവർ നേരിട്ട് കണ്ട് 21 കൊല്ലമായിട്ട് എന്നെ കാണുന്നത് അവർക്കറിയാം ഞാൻ എന്താന്നുള്ളത്. അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെയും കാണുന്നത്. അവർക്ക് ആ സ്വഭാവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നോട് ഇഷ്ടമുണ്ട്. എന്താ പറയുക, ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണ് എന്നോടുള്ളത്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് എനിക്കുണ്ട്. കോമളം രാജൻ ബാബു. ചക്ക വെട്ടിയ ആ സ്റ്റീൽ വെട്ടി എവിടെ നിന്നാണ് വാങ്ങിയത്? അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ? എല്ലായിടത്തും കിട്ടും. ബുച്ചേഴ്സ് നൈഫ് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വീടല്ല, എൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോയപ്പോൾ അഞ്ചേരിക്കാരൻ വെസൽസ് അങ്ങടില്ലേ പുത്തമ്പള്ളി, അവിടെ വീട്ടിലേക്കുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത്. അന്ന് ചേട്ടൻ പറഞ്ഞു എന്നോട് കുറെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനത് എന്നൊക്കെ. പക്ഷെ അത് അത്രയ്ക്കധികം അതുകൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേട്ടാ, ശ്രീദേവി സുരേഷ്. ചക്കക്കുരു ലഡു കണ്ട് കൊതി വന്നു. സാധനങ്ങളുടെ അളവ് കുറയ്ക്കാൻ ചേട്ടനുള്ളപ്പോൾ എന്തിനു പേടിക്കണം സരിതേ? വേപ്പിലിടുന്ന സ്റ്റൈലും സരിതയുടെ കമന്റും കേട്ട് ഒരുപാട് ചിരിച്ചു. അടുത്തത് എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ കൈ പൊള്ളിക്കണ്ടെന്നല്ലേ ചേട്ടൻ ഇങ്ങനെ പിടിച്ചിട്ട് ആ മറ്റേ പാത്രത്തിന്റെ അവിടെ കൊണ്ടിട്ട്. അടുത്തത് വൈഷ്ണവി R. വന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് അഡിക്റ്റ് ആയ പോലെയായി ഞാൻ. എന്ത് രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ. അജുവേട്ടൻ്റെ സംസാരത്തിൽ വീണ്ടും തേങ്ങയുടെ ഒരു ഘോഷയാത്രയായിരുന്നു. എന്നിരുന്നാലും കേൾക്കാനും കാണുവാനും ഒരു മടുപ്പും തോന്നാത്ത നിങ്ങളുടെ ചാനൽ ഒത്തിരി ഇഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ആണ് നമുക്കും കൂടുതൽ വായിക്കേണ്ടതും. ഭയങ്കരമായിട്ട് കിട്ടും. ഒരാൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു അനാവശ്യമായിട്ടാണ്. ഒരു കമന്റ് അത് വായിക്കാൻ മറന്നുപോയി. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചാൾ മുമ്പ് ഒരാളെ ഇട്ടുണ്ടായിരുന്നു 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് 50,000 പേരെ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ നിങ്ങളുടെ വീഡിയോ ബോറടിച്ചു തുടങ്ങിയെന്ന്. അപ്പോൾ മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ട്
അപ്പം അതിൽ കമന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുന്നത്തിലെ കുറേ നാൾ മുമ്പ്. അതെ, അതിലൊന്നും കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകള് എത്ര ഈ ആളുകളുടെ എണ്ണം കൂടിയിട്ടില്ല. പക്ഷേ ചാനൽ ഒരിക്കലും വീഡിയോ പേര് കണ്ടാൽ തന്നെ ഞങ്ങള് അത്രയും ഹാപ്പി ആയി. 10,000 പേര് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അത്ര 10,000 പേര് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരാ. 10,000 പേര് ഇവിടെ പേരുണ്ടാവും ആലോചിച്ച് നോക്കിയേ. മറ്റേ വാടാനപ്പള്ളി ബീച്ചിന്റെ അവിടെ വരെ എത്തും. ഇവിടെ 10,000 പേര് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവര് പിന്തുണ ചില്ലറ പേര് കണ്ടാൽ തന്നെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷം. അത്ര പേര് തന്നെ കണ്ടൂല, അല്ലാണ്ട് ഒരു ഇതില്ല. അപ്പോ 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്തേ 10,000 20,000 ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ വീഡിയോ 30,000 40,000 പേരൊക്കെ കണ്ടുകൊടുക്കും. അപ്പൊ ഞങ്ങളും വിചാരിച്ചു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കാണുന്നുണ്ട്. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും നമ്മുടെ വീഡിയോ ഇങ്ങനെ ആളുകൾ ഒരു 50,000 80,000 പേര് അല്ലെങ്കിൽ 1 ലക്ഷത്തിന് മേലെ പേരൊക്കെ കണ്ടു തുടങ്ങും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയപ്പോൾ അതാണ്. അത് മാത്രല്ല അതിന്റെ ഒപ്പം ചാനലുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഇപ്പൊ അന്ന് 1000 ചാനലുകളെങ്കിൽ പിന്നെ 1 ലക്ഷം ചാനലാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം ആളുകൾ കണ്ടു തീർക്കണ്ടേ, വിഭജിച്ച് തീർക്കേണ്ട സമയം ആളുകൾക്ക് ഇത്രയുള്ളൂ. പിന്നെ സമയം ആളുകൾക്ക് 24 മണിക്കൂറുള്ളൂ. അപ്പൊ പിന്നെ അതൊക്കെ കണക്കാക്കിയിട്ട് വേണ്ടേ. അപ്പൊ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നത് തന്നെ ധാരാളമാണ്, മഹത്തായ കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇനി മാറ്റിയിട്ട് വേറെ തരത്തിൽ എടുക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ അടുത്തത് ആവണി അമ്മു. ചക്ക വിഭവങ്ങൾ കാണിച്ച് കൊതിപ്പിച്ച് കൊന്നു. അടുത്ത മാസം നാട്ടിൽ വരും. അന്നത്തേക്ക് ചക്ക തീരുമോ എന്തോ. പിന്നെ ഞാനും പെരിന്തൽമണ്ണക്കാരിയാണ് കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്ന് ചെറുപ്പുളശ്ശേരി റൂട്ടിലാണ് എൻ്റെ നാട്. ചക്ക കഴിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവിടേക്ക് ചക്ക ഉണ്ടാവില്ല, അതാ ഉദ്ദേശിച്ചേ. നാട്ടിലല്ലേ. അടുത്തത് കൊച്ചുറാണി. ചക്കക്കുരു വറക്കുന്നല്ലേ, മണം വരുന്നുണ്ടെന്ന്, സൂപ്പർ. അടുത്തത് ദിവ്യ PBR. അജു ചേട്ടൻ ചക്ക പൊളിഞ്ഞത് കണ്ടില്ലേ, ഗ്രാൻഡ് കാനിയനെ പോലെ തന്നെ ഉണ്ട്. ഗ്രാൻഡ് കാനിയൻ ചുമ്മാ നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലേ. അതെന്താ ഗ്രാൻഡ് കാനിയൻ എന്ന് പറഞ്ഞ ചേട്ടൻ? അതെ, ചക്ക പൊളിഞ്ഞത് എങ്ങനെയാ? ഞാനപ്പോൾ അവിടെ ഇല്ലല്ലോ, ഞാൻ വീഡിയോ അത് കണ്ടപ്പോഴാണ് ഈ വക വർത്താനൊക്കെ കേൾക്കണേ. കോമഡി. അടുത്ത് സതീദേവി. ദൈവമേ ചിരിച്ചൊരു വഴിയായി. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന ചാർലി പേളിയെ അജു പേടിപ്പിച്ച് ഓടിച്ചു. സരിത ഇത് ഇത്തിരി കൂടി പോയില്ലേ ചേട്ടാ. അജു അത് സാരമില്ല സരിതേ, അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടി പോയില്ലേ ചേട്ടാ. അപ്പം അജു അത് സാരമില്ല, അത് ഞാൻ ഇപ്പം ശരിയാക്കി തരാം. അനിലേട്ടൻ ചാർലിയോട് നിനക്കല്ലേ ഞാൻ ഇപ്പം തന്നെ ബിസ്ക്കറ്റ് എന്ത് ചാർലി, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ. ഒരുപാട് ഇഷ്ടം. അതല്ല ചാർലി പോട്ടെ, ഇപ്പം ഇന്നലെ വന്നാന്ന് നിൽക്കാം. ഈ കാമറി ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര കൊല്ലായി? 11 കൊല്ലായി, 10-11 കൊല്ലായി. ഇപ്പോഴും അവൾ ഇവിടെ കിടന്നിട്ട് അല്ല ചേട്ടാ അവിടെ നിന്ന് വരുമ്പോൾ കുരയ്ക്കും. എന്താണാവോ അല്ല ചേട്ടൻ കാണുമ്പോൾ കുരച്ചു തുടങ്ങും. ബാക്കിയുള്ളവർ പിന്നെ ആരെ കണ്ടാലും ഇല്ല കുര. അവർ ഇവള് കുരയ്ക്കുന്ന കാണുമ്പോൾ ഒന്ന് നോക്കും വേണോ വേണ്ടേന്ന്. പക്ഷെ അവർക്ക് കുരയ്ക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് സീരിയസ് ആയിട്ടുള്ള കുരയാണെങ്കിൽ പാഞ്ഞെത്തും എല്ലാവരും. മീര അജു. തൃശ്ശൂരുള്ളവർ തേങ്ങ എന്ന് കൂടുതലും പറയുന്നത് ഒരു കാര്യം ചെയ്ത് മടുക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെയാണ്. അതെ, സാധാരണ നമ്മൾ തേങ്ങേനെ എടുക്കില്ല. അതായത് അതിന് നമ്മൾ നാളികേരം എന്നാ പറയാ. നാളികേരം ചെരുകി, നാളികേരം വെള്ളം, നാളികേരപ്പാല്, തേങ്ങാപ്പാല്, തേങ്ങാ വെള്ളം എന്നൊന്നും നമ്മൾ പറയില്ല. നാളികേരം ഈ പറഞ്ഞ പോലെ അടുപ്പ്, തേങ്ങേര മൂട് അങ്ങനെയൊക്കെ പറയും. ഈ വീഡിയോ മൊത്തം തേങ്ങയാണ്. അത് ചേട്ടൻ എന്താണ് ഇതിൽ ഉദ്ദേശിച്ചതെന്നൊന്ന് വ്യക്തമാക്കാൻ പോകുന്നു. അതായത് ചേട്ടനെ മടുത്തിട്ടോ ദേഷ്യം വന്നിട്ടാണോ നേരെ ഈ തേങ്ങ എന്ന് പറയണേ? അത് നമ്മൾ വർത്തമാനത്തിൽ പറഞ്ഞു പോണതല്ല, എൻ്റെ പണ്ട് തൊട്ടുള്ള വർത്തമാനത്തിൽ അതുണ്ട് തേങ്ങ. ഇല്ല തോന്നുന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അതായിരിക്കുമല്ലോ. എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് ഞാൻ നോക്കി, ഇപ്പം അതിൽ ഇഷ്ടം പോലെ തേങ്ങയുണ്ട് പഴയ വീഡിയോകള്. അടുത്തത് ഗീത കേവി. ക്യാമറാമാൻ ആദ്യം അതിൽ ചാടിയോ? കയറാനായിട്ട് ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷൂട്ടിങ് അല്ലല്ല ഈ ചക്കിട അതെങ്ങനെയാ അതിന്റെ ഷൂട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കോണിമേ ഒരു 5 ചവിട്ടുപടിയായിട്ട് കയറും. അപ്പോൾ അടിയിൽ നിന്ന് എടുക്കും. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് അവൻ മുകളിലേക്ക് കയറും. മുകളിൽ കയറിയിട്ട് മതിലുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് എടുക്കും. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം കയറും. അങ്ങനെയാണ് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ രീതി.
അല്ലെങ്കിൽ മോളിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ രീതി, എഡിറ്റിങ്, പിന്നെ അത് മുറിച്ച് ഇതാക്കണം ചെയ്യാം. ഷൂട്ടിങ്ങിൻ്റെ രീതിയാണ്. അടുത്ത് രമ്യ കെ വി, സരിതയെ ഇഷ്ടമില്ല, ജഗ്ഗൂനി അജു ചേട്ടനെ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ മതി. അടുത്തത് ജാസ്മിൻ സേഫ് എന്നല്ലേ? ജാസ്മിൻ സേഫ്. തുടക്കം സരിത ഇല്ലാത്തതുകൊണ്ട് ആകെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ അജു, തേങ്ങ. അടുത്ത് ജിൻസി ജിങ്കിൾ, സരിത വലിയ പുള്ളിയായിരിക്കും എങ്കിലും ഭർത്താവിന് കുറച്ച് റെസ്പെക്ട് കൊടുക്കാം. മറുപടി നമ്മൾ മുന്നേ പറഞ്ഞതാണ്. മടുത്തു, ഇതിനൊക്കെ പറഞ്ഞു മടുത്തു ഞാൻ. അടുത്ത സുജിചന്ദ്രൻ, ചക്കക്കുരു കൊണ്ടൊരു ലഡു ഉണ്ടാക്കണം, എന്നാലോ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാനും പാടില്ല, ചക്കക്കുരുവിൻ്റെ സ്മെല്ല് ഉണ്ടാവരുത്, കഴിക്കുമ്പോൾ ചക്കക്കുരാണെന്ന് അറിയാൻ പോലും പാടില്ല, ബ്ലഡി ഫൂൾസ്. നാളെ മത്തി കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കണേ, മോര് കൂട്ടാൻ കൂട്ടുമ്പോൾ മത്തിയാണെന്ന് അറിയരുത്. ഏറ്റു. അടുത്ത ജിഷ കെ ആർ, നാണവും മാനമില്ലാത്ത കൊതുകോ, അതെന്ത് കൊതുകാണ് സരിത പറയുമ്പോൾ ആ ഫേസ് എക്സ്പ്രഷൻ. എന്തോരാട്ടിയാലും നാണില്ലാണ്ട് പിന്നെയും വലിയ കയറി വരില്ലേ, അതാണ് നമ്മൾ നാണവും മാനില്ല എന്ന് പറഞ്ഞത്. അതിന് വേറൊരാൾ മുന്നേ ഡ്രസ് ഇടാത്ത കൊതുകാണോ ചെയ്യില്ലേ? നമ്മള് നാണം മാനില്ല രണ്ട് തരത്തില് പറയാം. മെയിനായിട്ട് സാധാരണ നാണം മാനില്ല നമ്മൾ പറയണത് അങ്ങനെയല്ലേ, എന്തോരം കടന്നു പോകുന്ന ആട്ടികളെന്നാൽ പിന്നെയും നാണില്ലാണ്ട് കയറി ഞാൻ നല്ലോണം വലിഞ്ഞു കയറി തന്നെ വരും എന്ന് പറയില്ലേ സലീം. അടുത്ത് ലിസി റിച്ച, അജുനെ സരിത കളിയാക്കുന്നതാണ് വീഡിയോയുടെ രസം. അപ്പൊ അങ്ങനെ ടെസ്ലാമൈ ഹീറോ, കയ്യും കാലും വായും കെട്ടിക്കിണറ്റിലിട്ടാൽ അജി ചാടി കയറി വരും മീൻ കൂട്ടാനും ചോറും ഉണ്ണാൻ വേണ്ടി. അടുത്തത് ഡാലിയ ദിവാകരൻ, രാവിലെ ചിരിച്ചത്തു, എന്തൊക്കെയാണോ എന്തോ, എന്തായാലും സന്തോഷം, സൂപ്പർ വീഡിയോ. കഴിഞ്ഞപ്പോൾ ഒരു സംശയം, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? പറയുന്നവർ പറയട്ടെ, ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമുള്ളവർ ഉണ്ടല്ലോ, അവർ കാണട്ടെ. ഗോ ഹെഡ്. താങ്ക് യു. അടുത്തത് പ്രീത തമ്പാൻ, അജു സരിത, ഞാനിവിടെ ടെക്സാസിൽ ഹൂസ്റ്റണിൽ ആണ്. ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ പുഷ്കല ആൻറ്റിയെ പരിചയപ്പെടാൻ സാധിച്ചു. മകൻ സന്ദീപ് ആൻഡ് ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഓർമ്മ വന്നില്ല, പിന്നീട് വീട്ടിൽ വന്നപ്പോൾ ഓർമ്മ വന്നു, സന്തോഷമായി. പറയാം. ആൻറ്റി മുടി ഇതാക്കിയ കാരണം കൊണ്ട് അതിന്റെ ഇടയിൽ തലമുട്ടടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വന്നു. കേരള പഴനി ഇവിടെ ഇല്ലേ, മറ്റേ ചോച്ചേരിക്കുന്ന അമ്പലം, അവിടെ പോയിട്ടാണ് മുട്ടടിച്ചത്. എന്നിട്ട് പാള അമേരിക്കയിലേക്ക് തിരിച്ചു പോയി. അപ്പോ ഇപ്പൊ മുടിക്ക് ഇത്രക്കായിട്ടാ, അപ്പൊ അതുകൊണ്ട് അവൻ ചിലപ്പോ മനസ്സിലാവാണ്ടിരുന്നത്. രാധാ നായർ, മൈ മൗത്ത് ഈസ് വാട്ടറിങ് വെൻ അജു ഈസ് ഈറ്റിംഗ് കുടംപുളി. അതെന്റെ വായിൽ വെള്ളം വന്നു. റിമൈൻഡ്സ് മീ മൈ ഫാദർ യൂസ് ടു ഡു ഓൾ ദിസ് പ്രോസസ്സിംഗ്. സൂപ്പർ വീഡിയോ, സം ഓഫ് തിങ്സ് മെയ്ഡ് മീ ലാഫ്. യു ഗൈസ് ഫ്രം US, സോ മച്ച് കോവയ്ക്ക, അടിപൊളി മീൻകറി. ഈ പുളികള് തിന്നുമ്പോ എല്ലാവർക്കും പുളി സാധനം തിന്നുമ്പോ എല്ലാവരും നാവില് ഓട്ടോമാറ്റിക്കായിട്ട് തിന്നാത്തവരൊക്കെ വായിന്ന് വരെ വെള്ളം വരും. മുജീബ് റഹ്മാൻ, കുടംപുളിയുടെ കുരു ഒരു ഗ്ലാസ്സിലിട്ട് കുറച്ച് കല്ലുപ്പും കാന്താരിമുളകും ചേർത്ത് ഇളക്കി കോരി കുടിക്കാൻ നല്ല രസമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, വയറിളക്കം വരും. അടുത്തത് പ്രബീത കോരക്കാര വീട്ടിൽ, കേര ചൂര രാത്തപ്പാര, തമിഴ്, ഇൻ ഇംഗ്ലീഷ് ട്യൂണ, ഫ്രഞ്ച് തോം 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 തോം. ഫ്രഞ്ചിൽ അങ്ങനെ പറയാം, തോം തോം തോം. നമ്മൾക്ക് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ കൂടുതൽ ഇഷ്ടമാണ്, ബോറടി ഒന്നും ഇല്ല, ഒരു നല്ലൊരു മൂവി കണ്ട ഫീലിംഗ് ആണ്. മുഴുവൻ വീഡിയോ കണ്ടു തീർക്കും. രണ്ടുപേരും തേങ്ങ പറയുന്നുണ്ട്. അവർ പ്രബീത മറ്റേ പാരീസിലാണ്, തമിഴ് മറ്റേ ഈ കാസർഗോഡാണെന്നുള്ള ഒരു വീട് കൃത്യമായിട്ട് അറിയില്ല. കുറേ സ്ഥലങ്ങളിലത്തെ പേരുകൾ അറിയാലോ തന്നെ, തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ട്. തേങ്ങ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചു തന്നോളൂ. അടുത്തത് സുധാ സുരേന്ദ്രൻ, അജു സരിത നിങ്ങളുടെ സംസാരം സൂപ്പറാണ് കേട്ടോ, സന്തോഷം. പിന്നെ ജിൻസി ജിങ്കിൾ, അജു സരിതേ, നിങ്ങൾ ഈ അടുപ്പിന് ചുറ്റും കിടന്ന് കളിക്കാതെ കേരളത്തിൻ്റെ വെളിയിൽ ഒന്ന് ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങളുടേതായ രീതിയിൽ ഞങ്ങളെ രസിപ്പിക്കാൻ നോക്കണം, ശ്രമിക്കൂ. അപ്പോൾ ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. പലപ്പോഴും വിചാരിക്കാൻ പുറത്തേക്ക് ഇറങ്ങണം. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗ്ഗു സ്കൂളിൽ പഠിക്കുന്ന ജഗ്ഗുളാരെ നമുക്കങ്ങനെ തോന്നിയ പോലെ വീടും ഇതൊക്കെ ഇറങ്ങിങ്ങടെ ഇറങ്ങാൻ പറ്റില്ല യാത്രയ്ക്ക്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്കൂൾ പൂട്ടുമ്പോൾ ഞങ്ങൾ കുറേ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണം, കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ ചൂട് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട്
ഒരു 9 മണിയാകുമ്പോഴേക്കും കാലത്തൊരു വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞ് അകത്ത് കയറിയ പിന്നെ ഞങ്ങള് പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് 4 മണി 5 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ AC ഇട്ടിട്ട് അല്ലെങ്കിൽ ഫാൻ ഇട്ട് ഇങ്ങനെ ഇരിക്കും. അത്രയും ചൂടല്ലായിരുന്നേ. ചൂടുള്ളപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ തന്നെ തീരെ പറ്റില്ല. നമ്മൾ തളരും. വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ട. ഇറങ്ങി നടന്ന് വീഡിയോ ചെയ്യാനായിട്ടേ ഒരു രസം ഉണ്ടാവില്ല നമുക്ക്. തന്നെ ഇനിയിപ്പോൾ പോവാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതേ മഴക്കാലമായി. എല്ലായിടത്തും ഇനിയിപ്പോൾ മഴ എന്നിട്ട് പറയാം മണ്ണിടിച്ചിൽ അത് ഇത് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ആവും. റോഡും ബ്ലോക്കും. അപ്പം അതും പറ്റില്ല. പിന്നെ സ്കൂളും തുറന്നുല്ലോ. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിയട്ടെ. കുറേ ചില്ലറ പ്ലാനുകളൊക്കെ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ഇത്യാദി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നൊക്കെ താമസിയാതെ നടപ്പിൽ വരുത്തുകയും. അയ്യോ അങ്ങനെ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗുകൾ. അയ്യോ ഇന്നസെന്റ് ഡയലോഗ്. ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ പറയുന്നത് ഇത് ചക്കയല്ല, ഇത് തേങ്ങയല്ല, ഇത് മാങ്ങ. ചിത്രം. അത് ചിത്രം. ഞാൻ പറഞ്ഞത് മാളൂട്ടിയിലത്തെ ഇന്നസെന്റിന്റെ. അടുത്തത് ഷെറിൻ ബിജു. സരിതേ നമ്മുടെ അജുവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ മീൻകറി ഞാൻ ഉണ്ടാക്കി, ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്നലെ ഇട്ടത് അല്ലേ? ഇന്നലെ ഇട്ടത് നമ്മുടെ ചൂര മീൻകറി. ഓ എന്തൊരു ടേസ്റ്റ് ആ മീൻ കൂട്ടാൻ. ഇനി പാവം അജുവിനെ ഒന്നും പറയണ്ട കേട്ടോ. പിന്നെ അടുത്തത് RB സ്റ്റോറീസ്. പണ്ട് വീഡിയോ ഇടുമ്പോൾ ഒരു കണ്ടന്റ് മാത്രം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ നിരവധി കണ്ടന്റാണ്. അജുചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞ കണ്ടന്റിൻ്റെ അയ്യര് കളി. ഇന്നത്തെ വീഡിയോയിലുള്ള കണ്ടന്റ്: നമ്പർ 1 മഴക്കാലത്ത് ചക്ക എങ്ങനെ ഇടാം, 2 കുടംപുളി എങ്ങനെ ഉണക്കാം, 3 പാളിപ്പോയ മീൻപിടുത്തം, 4 മഴക്കാലത്തെ കോവയ്ക്ക വിളവെടുപ്പ്, 5 കുടംപുളി ഇട്ട് എങ്ങനെ മീൻകറി വയ്ക്കാം, 6 വാഴയിലയിൽ മീൻകറി കൂട്ടി ഒരു അടിപൊളി ഊണ്. എണ്ണിയിട്ടും തീരുന്നില്ല. അപ്പോൾ ഇനിയും കാത്തിരിക്കുന്നത് പോലെ ഉള്ള മൾട്ടി കണ്ടന്റ് വീഡിയോയ്ക്ക് വേണ്ടി അടിച്ചു കയറുക. സന്തോഷം. അതന്നെ, നമ്മുടെ വീഡിയോയിൽ കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതിലും നല്ലൊരു മറുപടി അറിയില്ല അല്ലേ? അടുത്തത് പവി. എൻ്റെ അജു സരിതയെ ദേശമംഗലമല്ല പാത്രമംഗലം. എൻ്റെ അടുത്ത സ്ഥലമാണ്. വേലൂർ വഴി തണ്ടിലം വഴി വെള്ളാറ്റഞ്ഞൂർ വഴി എരുമപ്പെട്ടി ആ ഭാഗമാണ് കേട്ടോ. ആ ദേശമംഗലം അല്ല അല്ലേ? അപ്പം അത് തണ്ടിലം മറ്റേ സുജിതിന്റെ ദേശമംഗലം എത്തണ്ട. ദേശമംഗലം കുറച്ചും കൂടി വഴി പോകണം. പിന്നെ അടുത്തത് സന്ധ്യ വിനോദ്. ആ ക്യാമറാമാനോന്റെ ഒരു അവസ്ഥയെ കൊതി വന്നിട്ട് അല്ലേ? നമ്മുടെ ഭക്ഷണം കഴിയുമ്പോഴേ തന്നെ അവൻ പിന്നെ ഭക്ഷണം കഴിക്കും. അതെ, കുഴപ്പമില്ല. അടുത്ത ആവണിയമ്മു. പുറത്തുള്ള പാചകം. തൊട്ടപ്പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പച്ചക്കറി എടുത്തു, അത് പാചകം ചെയ്യുന്നു. ആഹാ എന്ത് രസം. ഇന്നും ഉരുള ഉരുട്ടി കൊതിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? എല്ലാം കൊണ്ട് അടിപൊളി രസികൻ വീഡിയോ. സ്കിപ്പ് ചെയ്ത് ഞാൻ കാണാത്ത ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീഡിയോ ആണ്. ഒട്ടും ബോറടിപ്പിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാം. സന്തോഷം. അടുത്തത് ലൈല അബ്രഹാം. എൻ്റെ അജു, നിങ്ങൾ വെക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ ആരും വന്ന് എടുക്കില്ല. അത് തണുത്തിട്ട് കഴിച്ചാൽ പോരെ, എന്നാലും ടേസ്റ്റും ഉള്ളൂ. ചൂട്ടോടെ വായിലിട്ട് ഞങ്ങളെ കൂടെ ചിരിപ്പിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കാൻ പറഞ്ഞില്ലേ? സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കണല്ലേ നമുക്ക്? കഴുകാനും ഒക്കെ എളുപ്പമാണ്. അത് ശരിയാ, തേച്ച് കഴുകി ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. മരത്തിന്റെ ആവുമ്പോ ആമസോണിലൊക്കെ കിട്ടായിരിക്കും. അല്ല അത് മാത്രമല്ല, വർഷക്കാലം ഈ ഫംഗസ് അതുമ്പോ പൂപ്പല് വരും. തേച്ച് കഴുകണം എപ്പോഴും. മിനി തോമസ്. അയ്യോ കൂട്ടാൻ വെക്കുന്നത് നിർത്തല്ലേ പ്ലീസ്. സരിത കൊതുക് റിപ്പല്ലിംഗ് സ്പ്രേ അടിക്കൂ പ്ലീസ്. ഡെങ്കി ഫീവർ ഈസ് ഡേഞ്ചറസ്. ഈ സമയത്ത് ഡെങ്കിയുടെ ഒരു സമയമാണ് വരാൻ പോണത്. അതെ. അടുത്തത് ലിയ ജോസ്. ഹലോ ചേട്ടാ, ഫുൾ ചക്ക ആണല്ലോ. 2 years ആയി നാട്ടിൽ വന്നിട്ട്. കാണുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല. ചേട്ടനോട് ദൈവം ചോദിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്തത് KRG നായർ. ഇവരുടെ വീഡിയോ കണ്ടാൽ ചിരിച്ചു മരിക്കും. ഒറിജിനലാണ്, അല്ലാതെ നമ്മളെ ചിരിപ്പിക്കാൻ ആർട്ടിഫിഷ്യലി ആയി ഒന്നും കാണിക്കാറില്ല. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കാണിച്ചാൽ ചിരി വരില്ല. ശരിക്കും ആ കൃത്രിമത്വം മുളച്ചു നിൽക്കും. മനസ്സിലാവും. അതന്നെ, ഇത് തന്നെ ആ സമയത്ത് വരുന്നതാണ്. ഞാൻ സരിതോട് പറയുന്നു, ഈ എന്തുട്ടാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്? അല്ല വീഡിയോ ഞാൻ ചോദിക്കേ ചില വീഡിയോകൾക്ക് ഇതെന്തുട്ടാ ഇന്നെന്തുട്ടാ ചേട്ടാ ചെയ്യാൻ പോണേ, ഇതിലെന്തുട്ടാ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറയും കണ്ടന്റ് ഉണ്ടോ ഇല്ലെന്നൊന്നും നീ അന്വേഷിക്കണ്ട, നീ ഇങ്ങോട്ട് വന്നാൽ മതി, തന്നെ വന്നോടുന്ന് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരും. അടുത്തത് നൗഷാദ് എൻ. സരിതേച്ചി കൊതുകിന് നാണവും മാനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊതുക് പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നല്ലേ, സരിതേ ഞാൻ ഒന്നും ഇടാത്തത് കൊണ്ടല്ലേ എന്നെ നാണവും മാനവും ഇല്ലാത്ത കൊതുകെന്ന് വിളിച്ചതെന്ന്. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തോരാട്ടിയാലും പോണില്ലേ പിന്നെയും വരും, അതുകൊണ്ട് പറഞ്ഞതാ. കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കമൻറ്റ് വായന കഴിഞ്ഞു. എല്ലാവരും കമൻറ്റുകൾ ഇടാം, ഇഷ്ടംപോലെ ഇടാം. എല്ലാവരും വായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വലിയ അറിയാലോ.
നമുക്ക് 10-2000 കമൻറ്റുകളിൽ നിന്ന് മാക്സിമം വായിക്കാൻ പറ്റുന്നത് 10-70 കമൻറ്റാണ് വായിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ കമൻറ്റ് വായിക്കാത്തവർ ക്ഷമിക്കുക, എന്നാലും നിങ്ങളുടെ കമൻറ്റുകൾ ഇടാം. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.